ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഹാള് കിടക്കണ കിടത്താൻ കണ്ടോ? ദേ ലെവന്റെ കളിപ്പാട്ടങ്ങളാണ് ഈ കിടക്കണത് മുഴുവൻ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒതുക്കാണ് കേട്ടോ നമ്മ അന്നത്തെ പരിപാടി. ഇതിന് മുമ്പ് ഒരു തവണ കുറെ എണ്ണം എടുത്ത് പെട്ടിയിലൊക്കെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഒതുക്കുക. കാരണം ഇപ്പൊ ഉപയോഗിക്കാത്ത കുറെ ടോയ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് അത് പൊട്ടിച്ച് കളയുന്നതിന് മുമ്പ് കുറെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് ഒതുക്കുമ്പോ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ അതാ എന്താ അപ്പൊ കൈ സാദിക്കുട്ടി കട്ടകളൊക്കെ എടുത്ത് ഈ ബോക്സിൽ ഇടുകയാണ്. ഇത് മുന്നേ നമ്മൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പൊടി തട്ടി അതിൽ എന്തെങ്കിലും ആവശ്യമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് എടുത്ത് ഇവിടുന്ന് കുറെ അങ്ങോട്ട് എടുത്ത് വെക്കണം. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇന്ന്. ആദ്യം ആദ്യക്കൂട്ടിന് കട്ടകളൊക്കെ പെറുക്കി അതായത് ബോക്സിൽ കുറെ ടോയ്സ് നമ്മളിങ്ങനെ ബോക്സിലാക്കി അതുപോലെ ചെറിയ കുപ്പികളിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പൊ അതൊക്കെ ആകെ പരന്നെടുക്കണം. ആദ്യം അതൊക്കെ ഒന്ന് ഒതുക്കണം. ആദ്യക്കൂട്ടൻ ഇവിടെ നാഗവല്ലി ആഭരണം കണ്ട പോലെയാണ് കേട്ടോ. അപ്പൊ എന്താണ്ടാവെന്ന് വെച്ചാൽ പഴയത് ഫുള്ളെടുത്ത് പുറത്തേക്കിട്ടാണ്. ഇതൊക്കെ നമ്മൾ പണ്ടെടുത്ത് വെച്ച സാധനങ്ങളാണ്. അതൊക്കെ എടുത്ത് പുറത്തേക്കിട്ടിട്ട് ഇനിയിപ്പോ ഇവിടെ ആകെ കളിപ്പാട്ടാവുന്നാണ് തോന്നുന്നത്. ഇതൊക്കെ പുറത്തേക്ക് ഇറക്കിയ സാധനങ്ങളാണ്. എന്തായാലും ഇതൊന്ന് ഒതുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ കാണിക്കാം. ആദ്യക്കൂട്ട ആദ്യം എടുക്കണ്ട അല്ലേ ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ കഴിച്ചത് ഈ ഒരു പെട്ടി നിറഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ബുക്സൊക്കെ അമ്മ ഒതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറെ ക്രയോൺസോ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ ആദ്യം കൂട്ടുമ്പോൾ ഇനി ക്ലാസ് തുടങ്ങാൻ പോകണം. അപ്പൊ അത്രയൊന്നും കളിപ്പാടത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ ഒന്നും കൊടുക്കാമെന്നോ അല്ലെങ്കിൽ കളഞ്ഞോ ചെയ്താൽ ചിലപ്പോൾ അതന്നെ ചോദിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാം നമ്മൾ ഇതാ ഭദ്രമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. എടുത്ത് വെക്കണതൊക്കെ അതാ തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്തിടുന്നുണ്ട്. എന്താ ചെയ്യണേ? പരത്തിയിടല്ലേ? എനിക്കറിയാം. അപ്പൊ എന്തായാലും ഇത് ഒതുക്കട്ടെ കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് ഓരോന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം കൂടെ ഒതുക്കാനുള്ള സമയം തരില്ല. അതുകൊണ്ടാണ് ഞാനെല്ലാം വേഗം കൈ കിട്ടിയത് മുഴുവൻ അതിനകത്ത് എടുത്തു വെച്ചത്. കുറെ എണ്ണം ഇങ്ങനെ പൊട്ടിയത് ഇങ്ങനെ പഴയത് ഉപയോഗിക്കാത്ത അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ജസ്റ്റ് എടുത്തു വെച്ചത്. അത് നിന്റെ പഴയ ഫോണിന്റെ ബാറ്ററിയാ. അപ്പൊ ഏറെക്കുറെ ഇതാ ഒതുങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഈ ഒരു കട്ട അതുകൊണ്ടൊന്ന് തോക്കൊക്കെ ഉണ്ടായി കളിക്കുന്നതാണ് അത്. പിന്നെ അതുപോലെ ഈ ഒരു പൈപ്പിന്റെ കട്ട 2-3 മാസ്ക്, അതുപോലെ ഒരു ചെസ് ബോർഡും ചെസ്സിന്റെ കുറെ കട്ടകളുണ്ട്. പിന്നെ എന്താ മലയാളം ലെറ്റേഴ്സ്, പിന്നെ ഇതിങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ലെറ്റേഴ്സ് ഉണ്ടാക്കണത്. ഇതൊക്കെ നമ്മൾ പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കിച്ചൺ സെറ്റും ഡോക്ടർ സെറ്റും, പിന്നെ കുറച്ച് ഗണ്ണുകള്, പിന്നെ കുറച്ച് അത്യാവശ്യം വേണ്ട ബൈക്കുകൾ, സാധനങ്ങളൊക്കെ. ഇതൊക്കെ എൻ്റെ ചെറിയ കുട്ടിയാകുമ്പോഴത്തെ ബുക്കുകളാട്ടോ. അപ്പൊ ഇതിനോടൊന്നും ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ ആശാര കണക്കിൽ ഇതൊക്കെ പഠിച്ചു തീർന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണ്. ബാക്കി ഇതായി ഒരു അമ്പും വില്ലും തോക്കും, ആ ചെണ്ട, ബാറ്റ്, ഇപ്പൊ കറന്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ എടുത്തു വെക്കാട്ടോ. ഇതൊന്നും ഇതിനോടൊന്നും ഇപ്പൊ അത്ര കണ്ടെല്ലാം വേണ്ടി വരും. പക്ഷെ അങ്ങനെ കളിക്കുന്ന സാധനങ്ങളൊന്നുമല്ല. പിന്നെ കുറച്ച് പൊട്ടിയ സാധനങ്ങളും ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒഴിവാക്കി. ഇതൊക്കെ പെയിന്റ് ചെയ്തിട്ട് പിച്ചി ചീന്തി കളഞ്ഞ കുറെ സാധനങ്ങളാട്ടോ. നല്ല ബുക്കായിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി. ഏറെക്കുറെ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കുറച്ച് സമയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒതുങ്ങുന്നാണ് തോന്നുന്നത്. പിന്നെ കുറെ സോഫ്റ്റ് ടോയ്സ് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒതുങ്ങിയോന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട്. കുറെ ബുക്കുകളൊക്കെ പറഞ്ഞില്ല അതിലെടുത്തു വെച്ചു കേട്ടോ. ബാക്കി ഇത് അത്ര മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരു സ്ലൈറ്റും പിന്നെ ഒരു മറ്റേ ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ ലാപ്പ് പോലെ എഴുതണം. പിന്നെ എൻ്റെ ഒരു കീബോർഡും ആ ബോക്സിൽ കുറച്ച് പെന്ന്, പെൻസിൽ, ഒരു ബുക്കും അത്രേ വെച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇത് അവിടെ അടുക്കിയിട്ടുണ്ട്. കുറച്ച് തോക്കും സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ പൂജാ റൂമിലാണ് കൊണ്ടുപോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ആദ്യം. അപ്പം അമ്മ വിഷുവൊക്കെ ആയതുകൊണ്ട് പൂജാ റൂം ഒതുക്കലൊക്കെയാണ്. അപ്പം എല്ലാം പുറത്തേക്ക് ഇട്ടു. ഇനിയിപ്പോൾ ആ ബാറ്റും ബോളും അതുപോലെ ഈ ഒരു റെഡ് ഫുട്ബോളും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കണം. പുറത്ത് കളിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇത് കളിച്ച് തീർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കൂടെ ഒരു ബോക്സിൽ ഇട്ട് വെക്കണം. അപ്പോൾ ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാൻ പോവാണ് ഏറെക്കുറെ. പിന്നെ ആ ബൈക്ക് കേട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം. ബാക്കി ഐറ്റംസിനൊന്നും കുഴപ്പമില്ല. ബാക്കിയൊക്കെ അവന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കും. പിന്നെ ഇതും ഇപ്പം അങ്ങനെ വല്ലാണ്ട് ഉപയോഗിക്കാറില്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെടുക്കുമ്പോൾ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. പിന്നെ ഈ ഷോക്കേസിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അത് പിന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതങ്ങനെ അവിടെ അവനങ്ങനെ എടുക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കും എന്നല്ലാണ്ട് അങ്ങനെ കയറി എടുക്കാറൊന്നുമില്ല. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സമയമായിട്ടോ തുടങ്ങിയിട്ട്. ഒരു 12 മണിക്ക് തുടങ്ങിയത്. അപ്പോൾ ഏറെക്കുറെ 1:30 ആവാനായി. അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ഒതുങ്ങി വരുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കൊണ്ട് വേസ്റ്റുകളൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ. ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ എഴുതാത്ത പെന്നുകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ പൊട്ടിയ ക്രയോൺസും അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി ഏറെക്കുറെ ഇവിടെ ഇപ്പോൾ ക്ലീൻ ആവുമെന്ന് വിചാരിക്കുന്നു.
ഇതാണ് കേട്ടോ. ഈ ഒരു ബോക്സ് ഫുള്ളുണ്ട്. ഈ ഒരു ബോക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇടാൻ വേണ്ടി വെച്ചത്. അത് ഒഴിവാക്കിയ ഐറ്റംസ്. പിന്നെ ആ ഒരു ബോക്സിൽ ബുക്കും കാര്യങ്ങളും. ഇതൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചതാട്ടോ ഈ ബക്കറ്റത്തെ. അപ്പോൾ ലാസ്റ്റിന് ഫൈനലാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അതൊക്കെ പിന്നെ ഇവിടെ വെക്കാൻ വേണ്ടി എടുത്തത്. അതൊക്കെ ഇപ്പോൾ അവൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതൊക്കെ അത് ഓരോന്ന് സെപ്പറേറ്റ് ബോക്സ്. അതൊക്കെ കളി കഴിഞ്ഞ് അങ്ങനെ തന്നെ ബോക്സിലാക്കി ഇട്ടോളും. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറേ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ ഇതാണ് ആകെ വലിച്ച് പരത്തി സോഫേൻ്റെ ദിവാനിൻ്റെ ഒക്കെ അടിയിലാക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ അത് ഏറെക്കുറെ ഒതുങ്ങിയിട്ടത്. അത്രയും ടോയ്സാണ് നമ്മൾ പുറത്ത് വെച്ചത്. എന്തെങ്കിലും ഡോക്ടർ സെറ്റോ പിന്നെ എന്തൊക്കെയോ കുറേ കിച്ചൺ സെറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വണ്ടികൾ, അമ്പും മില്ലും, പിന്നെ ആശാൻ്റെ കുറച്ച് കട്ടകൾ. ഇതൊക്കെ കട്ടകളാണ്. പിന്നെ ഇവിടെ കുറച്ച് തോക്ക്, ചെണ്ട, ചെസ് ബോർഡ്, അത് ഇത് കുറേ മാസ്കുകൾ. പിന്നെ ഈ സോഫ്റ്റ് ടോയ്സ് പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുക. അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാൻ. ഹലോ. പിന്നെ ഈ ഒരു ടോയ് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതധികം വൈകാതെ പാക്ക് ചെയ്ത് വിടും ഞാൻ. ഈ കിടക്കണ ടോയ്, ഈ കിടക്കണത് വേണ്ട. പിന്നെ ഇതാണ് നമ്മൾ മോളിക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ സാധനങ്ങൾ. ഈ 3 ബോക്സുകളും, ഇത് ബുക്കുകളും, ഇത് 2 ടോയ്സും. അപ്പം അങ്ങനെ ഏറെക്കുറെ നമ്മുടെ ഇവിടെ അങ്ങ് ഒന്ന് ഒതുങ്ങി ഗൈസ്. ബാക്കിയൊക്കെ അത് അവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പം പറയൂ, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാ. കൂടെ പറയണ്ട എന്താണ് തൊട്ടടുത്തുള്ള ആദ്യക്കൂട്ട് അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. സാമ്പാർ പൊടി ഉണ്ടാക്കണ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കേട്ട് പഠിച്ചതാണ് ആദ്യം. അപ്പൊ ബായ് പറയൂ. യെസ്.